സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ 100 വർഷത്തെ ചരിത്രമാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. ആർക്കും മനസ്സിലാവുന്ന തരത്തിൽ വളരെ ലളിതമായി ചുരുക്കിക്കൊണ്ടാണ് ഈ ഒരു ചരിത്രം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതിൻ്റെ 5ാം ഭാഗമാണ് ഈ വീഡിയോ. ഈ വീഡിയോയും ഇതിനു മുമ്പുള്ള വീഡിയോ ഒക്കെ നിങ്ങൾ മുഴുവനായിട്ടും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. കേരളത്തിലെ മുജാഹിദ് നേതാക്കൾ കേരള ജമിയത്തുൽ ഉലമ എന്ന ഒരു സംഘടന രൂപീകരിച്ച് വഹാബിസം അവർ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും അതിൻ്റെ അപകടാവസ്ഥ തിരിച്ചറിയാതെ നിരവധി സാധാരണക്കാരായ ആളുകൾ അതിൽ പെട്ടുപോവുകയും ചെയ്തപ്പോൾ അതിനെതിരിൽ മഹാനായ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെയും പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെയും നേതൃത്വത്തിൽ ഉലമാക്കൾ സംഘടിക്കുകയും ഒരു പണ്ഡിത സഭ രൂപീകരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. അങ്ങനെ 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ട് ആയിരക്കണക്കിന് പണ്ഡിതന്മാർ ചേർന്ന് സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകരിച്ചു. ഈ കാര്യമൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതാണ്. ഇനി അതിൻ്റെ തുടർച്ചയാണ് നമുക്ക് പറയാനുള്ളത്. കേരളീയ മുസ്ലിങ്ങൾ വലിയ വെല്ലുവിളികളും പ്രതിസന്ധികളും നേരിട്ട് കൊണ്ടിരുന്ന ആ സമയത്ത് ഇത്തരത്തിൽ വിപ്ലവകരമായിട്ടുള്ളൊരു മുന്നേറ്റത്തിന് തുടക്കം കുറിച്ച സമസ്തയുടെ സ്ഥാപക നേതാക്കളെ ഒന്നും അനുസ്മരിക്കാതെ നമുക്ക് ഈ ചരിത്രം പൂർത്തിയാക്കാൻ കഴിയില്ല. ഒരു ഭാഗത്ത് മലബാർ സമരാനന്തരം വലിയ ആൾനഷ്ടവും സാമ്പത്തിക നഷ്ടവും പട്ടാളക്കാരുടെയും പോലീസുകാരുടെയും ഒക്കെ കൊടിയ പീഡനങ്ങളും അനുഭവിക്കുന്നു. മറ്റൊരു ഭാഗത്ത് സമരത്തിൽ ഏർപ്പെട്ട യുവാക്കളെയൊക്കെ ബ്രിട്ടീഷ് പട്ടാളം ജയിലിലടക്കുകയോ നാട് കടത്തുകയോ ചെയ്തതിൻ്റെ ഫലമായിട്ട് നാട്ടിൽ കൃഷി ചെയ്യാനോ കച്ചവടം ചെയ്യാനൊന്നും ആരുമില്ലാത്തൊരവസ്ഥ. അങ്ങനെ ജോലി ചെയ്യാൻ പറ്റുന്ന യുവാക്കളൊന്നും നാട്ടിലില്ലാത്തത് കൊണ്ട് കൊടിയ ദാരിദ്ര്യവും പട്ടിണിയൊക്കെ പെരുകിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥ. അതിനിടയിൽ സ്ത്രീകളും കുട്ടികളും പ്രായമുള്ളവരും അടങ്ങുന്ന ആയിരക്കണക്കിന് അനാഥ കുടുംബങ്ങൾ. അവർക്ക് ബാക്കിയുള്ളത് അവരുടെ വിശ്വാസവും ആത്മീയതയും മാത്രം. അതിൽ മാത്രം ആശ്വാസം കണ്ടെത്തുന്ന ആ പാവങ്ങളുടെ ഈമാൻ കവർന്നെടുക്കാൻ വേണ്ടി ഒരു വിഭാഗം കടന്നു വന്നപ്പോൾ ആ ബിദഈ ചിന്താഗതിക്കെതിരെ പ്രതിരോധിക്കുക എന്നത് ചെറിയ കാര്യമായിരുന്നില്ല. എന്നാൽ അറേബ്യയിലെ പോലെ വഹാബിസത്തിന് കീഴടങ്ങാൻ വേണ്ടി കേരളീയ മുസ്ലിങ്ങളെ വിട്ടുകൊടുക്കാൻ ഒരിക്കലും ഒരുക്കമായിരുന്നില്ല നമ്മുടെ സമസ്തയുടെ സ്ഥാപക നേതാക്കൾ. അങ്ങനെയാണ് കേരളീയ മുസ്ലിങ്ങളുടെ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് അവർ ഇറങ്ങി പുറപ്പെട്ടത്. അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. വലിയ കടപ്പാടാണ് നമുക്കൊക്കെ അവരോടുള്ളത്. നമ്മളൊക്കെ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആത്മീയ അനുഭൂതിയും പ്രബോധന പ്രവർത്തനങ്ങളിൽ നാം ആർജിച്ചെടുത്ത മുന്നേറ്റമൊക്കെ അവർ കാണിച്ചു തന്ന മാർഗത്തിലൂടെയല്ലേ? എല്ലാം അവരുടെ ത്യാഗത്തിൻ്റെ ഫലമല്ലേ എന്ന് ആലോചിക്കുമ്പോൾ അവരോടൊന്നും എത്ര നന്ദി പറഞ്ഞാലും മതിയാവുകയില്ല. അവരെ അനുസ്മരിക്കാതെ സമസ്തയുടെ 100ാം വാർഷികം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല. അതിൽ ചുക്കാൻ പിടിച്ച ബഹുമാനപ്പെട്ട വരക്കൽ മുല്ലക്കോയ തങ്ങളെക്കുറിച്ച് ലഘുവായിട്ടൊന്ന് വിവരിച്ചുകൊണ്ട് ബാക്കി ചരിത്രത്തിലേക്ക് കടക്കാം. കേരളീയ മുസ്ലിങ്ങളുടെയും അമുസ്ലിങ്ങളുടെയും പണ്ഡിതന്മാരുടെയും ഭരണാധികാരികളുടെയും ഒക്കെ ആശാ കേന്ദ്രമായിരുന്നു ബഹുമാനപ്പെട്ട വരക്കൽ അബ്ദുറഹ്മാൻ ബാ അലവി മുല്ലക്കോയ തങ്ങൾ. 1840 അദ്ദേഹം ജനിക്കുന്നത്. യമനിലെ ഹദറമൗത്തിൽ നിന്ന് 4 നൂറ്റാണ്ട് മുമ്പ് ഇസ്ലാമിക പ്രബോധനത്തിന് വേണ്ടി പായക്കപ്പലിൽ കേരളത്തിലെത്തിയ പ്രമുഖ സൂഫി പണ്ഡിതൻ സയ്യിദ് അലി ഹാമിദ് ബാ അലവി തങ്ങളിലേക്കാണ് വരക്കൽ തങ്ങളുടെ പിതൃപരമ്പര എത്തിച്ചേരുന്നത്. നൂറ്റാണ്ടുകളായി കോഴിക്കോട്ടുകാരുടെ ആത്മീയ നേതൃത്വമായും ആശാകേന്ദ്രവുമായും ഒക്കെ പ്രവർത്തിച്ചു വരുന്നവരാണ് വരക്കൽ തങ്ങളുടെ പിതൃപരമ്പരയിലെ മഹാന്മാർ. നിരവധി കറാമത്തുകളിൽ അവരിൽ നിന്ന് നേരിട്ട് കണ്ട അനുഭവങ്ങൾ ചരിത്രത്താളുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ ജനന സമയത്ത് നട്ടുച്ചയ്ക്ക് ആകാശത്ത് ഒരു നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടതായി ചിലർ കണ്ടു എന്ന് ചരിത്രങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഈ ആധുനിക കാലത്ത് ഇതൊന്നും വിശ്വസിക്കാൻ ഒരു പക്ഷേ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. എന്നാൽ മുൻകഴിഞ്ഞ മഹാന്മാരുടെ ചരിത്രങ്ങൾ നോക്കുമ്പോൾ അവരുടെയൊക്കെ ജീവിത സമയത്ത് അല്ലെങ്കിൽ ജനന സമയത്ത് ഇത്തരത്തിലുള്ള നിരവധി സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷെ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴുള്ള ആളുകൾക്ക് വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമാണല്ലോ. അത് നമ്മുടെ ഈമാനിൻ്റെ കുറവാണ്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല. വരക്കൽ തങ്ങളുടെ പിതാവ് സയ്യിദ് മുഹമ്മദ് ബാ അലവി തങ്ങളുടെ അടുത്ത് ബഹുമാനപ്പെട്ട മമ്പുറം തങ്ങൾ ഇടയ്ക്ക് വരാറുണ്ടായിരുന്നു. ഒരുപാട് നേരം അവർ ദീനിനെക്കുറിച്ച് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു. ആ ഒരു ചരിത്രം കാണുമ്പോൾ തന്നെ ആ കുടുംബ പരമ്പരയുടെ മഹത്വം എത്ര വലുതാണെന്ന് നമുക്ക് ബോധ്യപ്പെടും. പ്രാഥമിക പഠനത്തിന് ശേഷം വരക്കൽ തങ്ങൾ യമനിലും മദീനയിലുമൊക്കെയാണ് പഠനം നടത്തിയത്. മലയാളം, ഇംഗ്ലീഷ്, ഉറുദു, പാർസി തുടങ്ങിയ നിരവധി ഭാഷകൾ കൈകാര്യം ചെയ്യാൻ നല്ല കഴിവുള്ള ആളായിരുന്നു വരക്കൽ മുല്ലക്കോയ തങ്ങൾ. അറക്കൽ രാജവംശത്തിൻ്റെ ഉപദേഷ്ടാവായിരുന്ന അദ്ദേഹം കേരളത്തിനകത്തും പുറത്തുമുള്ള ഇന്ത്യക്ക് പുറത്തു വരെയുള്ള രാജാക്കന്മാരുമായിട്ടും ഭരണാധികാരികളുമായിട്ടും നല്ല ബന്ധം പുലർത്തിയിരുന്നു. അറക്കൽ രാജാവിന് വേണ്ടിയിട്ട് മറ്റു രാജാക്കന്മാരെ കാണാൻ പോകുന്നതും കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതൊക്കെ
വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. അതുപോലെ തന്നെ അറക്കൽ രാജാവും ഭാര്യയും തങ്ങളുടെ വീട്ടിൽ വരാറുണ്ട്. ഹൈദരാബാദ് നൈസാം ഒരിക്കൽ വീട്ടിൽ വന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ പ്രദേശത്ത് തന്നെ ബ്രിട്ടീഷ് കളക്ടർമാരും ഉദ്യോഗസ്ഥരൊക്കെ വരക്കൽ മുല്ലക്കോയ തങ്ങളുടെ വീട്ടിൽ വന്ന് ചർച്ചകൾ നടത്താറുണ്ട്. മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ കളക്ടറുമായിട്ടും ഉദ്യോഗസ്ഥരുമായിട്ട് ചർച്ച ചെയ്യുന്നത് വരക്കൽ മുല്ലക്കോയ തങ്ങളായിരുന്നു. ആ കുടുംബത്തിലെ അവസാനത്തെ കണ്ണിയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. 2 വിവാഹം കഴിച്ചിട്ടുണ്ടെങ്കിലും സന്താനഭാഗ്യം ഉണ്ടായിട്ടില്ല. നിരവധി ഖറാമത്തുകൾ ജീവിതത്തിൽ കാണിക്കുകയും സാധാരണക്കാരുടെയും പണ്ഡിതന്മാരുടെയൊക്കെ ഒരു ആശാകേന്ദ്രവും കൂടിയായിരുന്നല്ലോ വരക്കൽ തങ്ങൾ. അറക്കൽ രാജവംശത്തിൻ്റെ ഉപദേഷ്ടാവായതുകൊണ്ട് ബ്രിട്ടീഷുകാരുമായിട്ട് നിരന്തരം സമ്പർക്കം പുലർത്തിയിരുന്നു. അങ്ങനെ ആദ്യകാലത്തൊക്കെ ഖിലാഫത്ത് പ്രസ്ഥാനത്തിനോട് വിയോജിപ്പുണ്ടായിരുന്നു വരക്കൽ തങ്ങൾക്ക്. പിന്നീട് അവസാന കാലത്ത് ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് സഹകരിക്കുകയും അതിൻ്റെ യോഗങ്ങളിലൊക്കെ അധ്യക്ഷനായിട്ട് തന്നെ പങ്കെടുക്കുകയും ചെയ്തു. കേരളത്തിൽ 1925-26 കാലഘട്ടത്തിൽ സമസ്തയുടെ രൂപീകരണത്തിനും അതിൻ്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത് ഇസ്ലാമിക ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെട്ട വലിയൊരു മഹാൻ തന്നെയാണ് വരക്കൽ മുല്ലക്കോയ തങ്ങൾ. ഇനി നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതിൻ്റെ ബാക്കി ചരിത്രത്തിലേക്ക് കിടക്കാം. 1926 ജൂൺ 26 കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ചിട്ടാണ് സമസ്തയുടെ സ്ഥാപക സമ്മേളനം നടന്നത്. ബഹുമാനപ്പെട്ട കോഴിക്കോട് ഖാദി ശിഹാബുദ്ദീൻ ചെറുകുഞ്ഞിക്കോയ തങ്ങളുടെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം നടന്നത്. ആയിരക്കണക്കിന് പണ്ഡിതന്മാർ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആ സമ്മേളനത്തിന് എത്തിയിരുന്നു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞ പോലെ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിൻ്റെയും മീറാൻ മുസ്ലിയാരുടെയുമൊക്കെ കഠിനമായിട്ടുള്ള പ്രയത്നം കൊണ്ടാണ്, വളരെ ത്യാഗം സഹിച്ചവർ കേരളത്തിലൊട്ടാകെ സഞ്ചരിച്ചത് കൊണ്ടാണ് ഇത്രയും കൂടുതൽ പണ്ഡിതന്മാർ ആ സമ്മേളനത്തിലെത്തിയത്. അങ്ങനെ ആ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് 100 വർഷം പൂർത്തിയാകുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ രൂപീകൃതമായത്. ഇനി അതിൻ്റെ ഫസ്റ്റ് കമ്മിറ്റി ഭാരവാഹികളെ ഞാനൊന്ന് വായിക്കാം. വരക്കൽ മുല്ലക്കോയ തങ്ങൾ പ്രസിഡന്റ്, PV മുഹമ്മദ് മുസ്ലിയാർ ജനറൽ സെക്രട്ടറി, വൈസ് പ്രസിഡന്റുമാരായിട്ട് പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ, വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ്, പള്ളിപ്പുറം KM അബ്ദുൽ ഖാദർ മുസ്ലിയാർ, PK മുഹമ്മദ് മീറാൻ മുസ്ലിയാർ, സെക്രട്ടറിമാരായി ഫറൂഖിലെ ജർമ്മൻ അഹമ്മദ് മുസ്ലിയാർ. അത് അദ്ദേഹത്തിൻ്റെ കൂടെ ചേർക്കുന്ന ഒരു പേരാണ് ജർമ്മൻ എന്നുള്ളത്, നമ്മുടെ മലേഷ്യ തങ്ങൾ എന്നൊക്കെ പറയുന്ന പോലെ. വാഴക്കാട് മുഹമ്മദ് മുസ്ലിയാർ എന്നിവരാണ് സെക്രട്ടറിമാരി തിരഞ്ഞെടുക്കപ്പെട്ടത്. ആ സമ്മേളനത്തിൽ വെച്ചിട്ട് വഹാബിസം വ്യാപകമാകുന്ന കാര്യങ്ങളെക്കുറിച്ചും അതിനെ പ്രതിരോധിക്കേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് കാര്യമായിട്ട് ചർച്ച ചെയ്തത്. അതുപോലെ തന്നെ ഒരു നിയമാവലി ഉണ്ടാക്കി. 5 കാര്യങ്ങളാണ് നിയമാവലിയിൽ പറയുന്നത്. ഞാനൊന്ന് വായിക്കാം. ഇത് ബഹുമാനപ്പെട്ട MA ഉസ്താദ് എഴുതിയ സമസ്തയുടെ ചരിത്രം എന്നുള്ള പുസ്തകമാണ്. ഇതിൽ സമസ്തയുടെ മുഴുവൻ ചരിത്രങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 27-ാം പേജിൽ സമസ്തയുടെ സ്ഥാപക സമ്മേളനത്തിനെടുത്ത നിയമാവലികൾ നമുക്ക് കാണാൻ കഴിയും. 5 ഉപക്ഷേപങ്ങളായി ചേർത്ത ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഇപ്രകാരമത്രേ. A. പരിശുദ്ധ ഇസ്ലാം മതത്തിൻ്റെ ആചാരങ്ങളെയും വിശ്വാസങ്ങളെയും അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ യഥാർത്ഥ വിധിക്കനുസരിച്ച് പ്രബോധനം ചെയ്യുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുക. B. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസത്തിനും ആചാരത്തിനുമെതിരായ പ്രസ്ഥാനങ്ങളെയും പ്രചാരണങ്ങളെയും നിയമാനുസരണം തടയുകയും അത്തരം അബദ്ധങ്ങളെക്കുറിച്ച് മുസ്ലിങ്ങൾക്ക് ബോധമുണ്ടാക്കി തീർക്കുകയും ചെയ്യുക. C. മുസ്ലിം സമുദായത്തിന് മതപരമായിട്ടും സാമുദായികമായിട്ടും ഉണ്ടായിരിക്കേണ്ട അവകാശങ്ങൾ സംരക്ഷിക്കുക. D. മതവിശ്വാസത്തെ പ്രചരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് പുറമെ മതവിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും ഹാനി തട്ടാത്ത വിധത്തിലുള്ള ലൗകിക വിദ്യാഭ്യാസ വിഷയത്തിലും വേണ്ടത് പ്രവർത്തിക്കുക. E. മുസ്ലിം സമുദായത്തിൻ്റെ പൊതുവായ ഗുണത്തിനും സമുദായമധ്യേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന അധർമ്മം, അനൈക്യം, അരാജകത്വം, അന്ധവിശ്വാസം ഇത്യാദികളെ നശിപ്പിച്ചു സമുദായത്തിൻ്റെയും മതത്തിൻ്റെയും അഭിവൃദ്ധിക്കും ഗുണത്തിനും വേണ്ടി പരിശ്രമിക്കുക. മേൽപ്പറഞ്ഞ സംഗതികൾ സമാധാനപരമായിട്ടും ശറഈനും നിയമത്തിനും അധീനമായും നടപ്പിൽ വരുത്തുക. ഇതാണ് സമസ്തയുടെ സ്ഥാപക സമ്മേളനത്തിൽ എടുത്ത നിയമാവലികൾ. ഈ നിയമാവലികൾ വായിക്കുന്ന ആർക്കും ബോധ്യപ്പെടും സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം എന്തായിരുന്നുള്ളത്. സമസ്ത പ്രവർത്തിക്കുന്നതും സമസ്ത ഉണ്ടാക്കിയതും എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടും. സമസ്തയെക്കുറിച്ച് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ഈ നിയമാവലികളും സമസ്തയുടെ പ്രമേയങ്ങളൊക്കെ ഒന്ന് ശരിക്കും വായിച്ചു നോക്കിയാൽ മാത്രം മതി. അതുമാത്രമല്ല, ഈ നിയമാവലികൾ എഴുതിയിട്ടുള്ളത് ABCD എന്നുള്ള ആ ഒരു ക്രമം അനുസരിച്ചിട്ടാണ്. സമസ്ത ഭൗതിക വിദ്യാഭ്യാസത്തിനെതിരാണ്, ഇംഗ്ലീഷിനെതിരാണെന്നൊക്കെ പറയലുണ്ട്. സമസ്തയുടെ സ്ഥാപക സമ്മേളനത്തിലെ നിയമാവലി തന്നെ ഇംഗ്ലീഷ് അക്ഷരത്തിലാണ് എഴുതിയിട്ടുള്ളത്. ഇംഗ്ലീഷിനെതിരാണെന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇംഗ്ലീഷ് അക്ഷരം കൊണ്ട് എഴുതുക? ഇംഗ്ലീഷിനെതിരാണെങ്കിൽ 1, 2, 3 എന്നുള്ള നമ്പറിട്ട് എഴുതിക്കൂടെ? അപ്പോൾ ഈ നിയമാവലി വായിക്കുമ്പോൾ തന്നെ
ഈ നവീനവാദികൾ, സമസ്തയുടെ വിരോധികൾ പറയുന്ന ആരോപണങ്ങളിൽ ഒരു വസ്തുതയില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. അതെല്ലാം സമസ്തയുടെ വിരോധികൾ സമസ്തയെ കരിവാരിത്തേക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വം സൃഷ്ടിച്ചെടുക്കുന്ന പച്ചക്കളവുകളാണ്. ഇനി നിയമാവലിയിൽ പറയുന്ന വേറെ ചില കാര്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ജനറൽ കമ്മിറ്റി, അൽഫിയ, ഫത്തുഹുൽ മൊയ്ൻ, ജലാലൈനി എന്നീ കിതാബുകൾ ഉൾപ്പെടെയുള്ള ഒരു പാഠ്യപദ്ധതി ശരിയായ ഗുരുനാഥന്മാരുടെ കീഴിൽ നിന്ന് പഠിച്ച് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ വിശ്വാസ നടപടികൾക്കനുസരിച്ച് നടക്കുകയും ഗവൺമെൻറ്റിനോട് സഹകരിക്കുകയും ചെയ്യുന്ന എല്ലാ മുസ്ലിമിനും ഈ സംഘത്തിൽ അംഗങ്ങളായി ചേരാവുന്നതാണ്. അതായത് കൃത്യമായിട്ടുള്ള അറിവ് വേണം, കിതാബുകൾ ഓതി പഠിക്കണം, നമ്മുടെ നാട്ടിലെ ഗവൺമെൻറ്റിനെ അംഗീകരിക്കണം, അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ പൂർണ്ണമായിട്ടും അംഗീകരിക്കണം. അപ്പോൾ ഒരുപാട് നിയമാവലികളുണ്ട്, ഇതെല്ലാം കൂടി വായിക്കുമ്പോൾ ഒരുപാട് സമയമാവും. അതുകൊണ്ട് മുഴുവൻ വായിക്കുന്നില്ല. 40 അംഗങ്ങളാണ് മുഷാവറയിലുള്ളത്. ഈ സമസ്തയുടെ പ്രത്യേകതയെക്കുറിച്ച് നമ്മൾ പറയാറുണ്ടല്ലോ, സമസ്തയ്ക്ക് തെറ്റ് പറ്റൂല എന്ന് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ഇതിന് പ്രധാന കാരണം എന്താണെന്ന് വെച്ചാൽ, ഏതെങ്കിലും വ്യക്തികൾക്ക് അതിന് എത്ര വലിയ പണ്ഡിതനാണെങ്കിലും തെറ്റുപറ്റുക എന്നുള്ളത് സ്വാഭാവികമാണ്. ഇപ്പോൾ ഇബ്നു അബ്ദുൽ വഹാബൊക്കെ വലിയ പണ്ഡിതൻ തന്നെ ആയിരുന്നു, ഇബ്നു തൈമിയും വലിയ പണ്ഡിതനായിരുന്നു, എന്നിട്ടും അവർക്ക് തെറ്റ് പറ്റിയിട്ടുണ്ടല്ലോ, അത് സ്വാഭാവികമാണ്. പക്ഷേ 40 അംഗങ്ങളുള്ള ഒരു മുഷാവറ, അതിലുള്ളവർ മുഴുവൻ വലിയ പണ്ഡിതന്മാർ, അവർക്ക് എല്ലാവർക്കും ഒരുപോലെ തെറ്റുപറ്റുക എന്ന് പറയുമ്പോൾ അതെങ്ങനെ നമുക്ക് വിശ്വസിക്കാൻ പറ്റുക? അത് ഉൾക്കൊള്ളാൻ പറ്റുമോ? അതൊരിക്കലും സാധിക്കില്ല. ഇനി 30 അംഗങ്ങൾക്ക് തെറ്റുപറ്റിയാലും ബാക്കിയുള്ള 10 അംഗങ്ങളെങ്കിലും തിരുത്താനുണ്ടാവും. ആ 10 അംഗങ്ങൾ കൃത്യമായിട്ട് അവർക്കത് ബോധ്യപ്പെടുത്തി കൊടുത്താൽ അവരത് തിരുത്തും. ഇതിങ്ങനെ ഭൂരിപക്ഷ അടിസ്ഥാനത്തിൽ കാര്യങ്ങൾ തീരുമാനിക്കുന്നതല്ല. ദീനിനെതിരാണ് അവരെടുത്ത തീരുമാനമെങ്കിൽ ഒരാൾ പറഞ്ഞാൽ മതി, ബാക്കി എല്ലാവരും ആ ഒരാൾക്കനുസരിച്ച് തിരുത്തും. അപ്പോൾ ഒരിക്കലും സമസ്തയ്ക്ക് തെറ്റുപറ്റുകയില്ല എന്ന് പറയുന്നത് വെറുതെ അല്ല. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് തെറ്റുപറ്റുക, അതും ഒരേ വിഷയത്തിൽ തെറ്റുപറ്റുക എന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മളെപ്പോഴും ഈ സമസ്തയുടെ പിന്നാലെ കൂടുന്നത്. ഇവർക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് തെറ്റുപറ്റൂല, അവരെല്ലാവരും കൂടി ആലോചിച്ചെടുക്കുന്ന തീരുമാനങ്ങൾ അത് ശരിയാവാനല്ലാതെ വേറെ ഒരു സാധ്യതയില്ല എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് നമ്മളൊക്കെയും സമസ്തയ്ക്ക് പിന്നാലെ കൂടുന്നത്. സന്ദർഭോചിതമായിട്ട് പറഞ്ഞതാണ്. അപ്പോൾ ചരിത്രത്തിലേക്ക് വരാം. ആദ്യകാലത്തൊക്കെ ബിദ്അത്തിനെ ചെറുക്കുക, വ്യാജ ത്വരീഖത്തിനെതിരെയും ഖാദിയാനികൾക്കെതിരെയുമൊക്കെ എന്നതൊക്കെ ആയിരുന്നു സമസ്തയുടെ പ്രവർത്തനങ്ങൾ. അതിനു വേണ്ടിയിട്ട് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിൻ്റെ നേതൃത്വത്തിൽ ഒരുപാട് ഖണ്ഡന പ്രഭാഷണങ്ങളും സംവാദങ്ങളൊക്കെ നടക്കുകയുണ്ടായിട്ടുണ്ട്. സമസ്ത നടത്തുന്ന സമ്മേളനങ്ങളിലൂടെയാണ് സമസ്തയുടെ തീരുമാനങ്ങളും പ്രമേയങ്ങളുമൊക്കെ ജനങ്ങളെ അറിയിക്കുക. ജനങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ അത് മുഴുവൻ ജനങ്ങളും അത് ഏറ്റെടുക്കും, നെഞ്ചോട് ചേർത്ത് പിടിക്കും, അതിനനുസരിച്ച് തന്നെ പ്രവർത്തിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു കാഴ്ചയായിരുന്നു അന്നൊക്കെ ഉണ്ടായിരുന്നത്. സമസ്ത രൂപീകരിച്ചതോടുകൂടി ഈ ബിദഅകളുടെ വളർച്ച കുറച്ചൊന്നും മുരടിച്ചു. മുസ്ലിങ്ങൾക്ക് കാര്യം മനസ്സിലായി, അത് ബിദഅത്താണെന്നും യഥാർത്ഥ ഇസ്ലാമല്ല എന്നുള്ളത് കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മനസ്സിലായി. അതുകൊണ്ട് ബിദഅത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ആളുകളിൽ വലിയ കുറവ് വന്നു. 1927 ഫെബ്രുവരി 7 താനൂരിൽ വെച്ചിട്ടാണ് സമസ്തയുടെ 1ാം സമ്മേളനം നടക്കുന്നത്. താനൂരിൽ വെച്ച് നടക്കാൻ കാരണം പാങ്ങിൽ ഉസ്താദിൻ്റെ ദർസ് താനൂരായിരുന്നു. സമസ്തയുടെ നേതാക്കന്മാരും മറ്റു പണ്ഡിതന്മാരൊക്കെ ഈ 1ാം സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി താനൂരിലെത്തി. പാങ്ങിൽ ഉസ്താദും താനൂരുള്ള മറ്റു സുന്നികളൊക്കെ അവരെ സ്വീകരിച്ചു. മൗലാന അൽഹാജ് ദിയാഉദ്ദീൻ്റെ അധ്യക്ഷതയിലാണ് 1ാമത്തെ സമ്മേളനം നടന്നത്. എല്ലാ സമ്മേളനങ്ങളിലും ഇതുപോലെ ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിലുള്ള വലിയ പണ്ഡിതന്മാർ പങ്കെടുക്കാറുണ്ട്, അധ്യക്ഷത വഹിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും വലിയ പണ്ഡിതന്മാരെ കാണാനും അവരുടെ ദുആയിലൊക്കെ ഒന്ന് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നിരവധി ആളുകൾ ഈ സമസ്തയുടെ സമ്മേളനങ്ങളിൽ പങ്കെടുക്കാറുമുണ്ട്. വഹാബിസത്തിനെതിരെ മാത്രമല്ല, കോഴിക്കോട്, കണ്ണൂർ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന മീർസ ഗുലാമിൻ്റെ അനുയായികളായ ഖാദിയാനികൾക്കെതിരെയും വ്യാജ ത്വരീഖത്തുകൾക്കെതിരെയുമൊക്കെ ആ സമ്മേളനം ശക്തമായിട്ട് ആഞ്ഞടിച്ചു. അതേ വർഷം തന്നെ 2ാം സമ്മേളനം നടത്താൻ തീരുമാനിച്ചിട്ടാണ് ആ സമ്മേളനം പിരിഞ്ഞത്. ഡിസംബർ 31 നെല്ലൂർ ഭാഗത്തായിരുന്നു 2ാം സമ്മേളനം. മിസ്ബാഹുൽ ഉലൂം മദ്രസയിൽ വെച്ചിട്ട് സമസ്തയുടെ വൈസ് പ്രസിഡൻ്റായ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരുടെ അധ്യക്ഷതയിലായിരുന്നു 2ാം സമ്മേളനം നടന്നത്. 3ാം സമ്മേളനം 1929 ജനുവരി 17 വള്ളുവനാട്ടിലെ ചെമ്മങ്കുഴി എന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നടന്നത്. മവാരിദു സ്വാലിഹീൻ എന്ന മദ്രസയിൽ വെച്ചിട്ട് സമസ്തയുടെ വൈസ് പ്രസിഡന്റ് തന്നെയായ ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദിൻ്റെ അധ്യക്ഷതയിലാണ് ആ സമ്മേളനം നടന്നത്. ഈ 3ാം സമ്മേളനത്തിലായിരുന്നു സുന്നികൾക്ക് ഒരു മാധ്യമം വേണമെന്നുള്ള ആലോചന വന്നത്. പത്രപ്രവർത്തനത്തിലേക്ക് സുന്നികളെ ഇറങ്ങണമെന്നുള്ള തീരുമാനം ഉണ്ടായത് ഈ ഒരു സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു. എന്നാൽ വലിയ സാമ്പത്തിക ബാധ്യതയും മാധ്യമരംഗത്ത് കഴിവുള്ള എഴുത്തുകാരില്ലാത്തതും പ്രചാരകന്മാരില്ലാത്തതുമായ കാര്യങ്ങൾ മാധ്യമ പ്രവർത്തനത്തിലേക്ക് സമസ്തയെ ഇറക്കാൻ ചെറിയ
പ്രതിസന്ധികളുണ്ടാക്കി. ഒടുവിൽ ബഹുമാനപ്പെട്ട പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരും അബ്ദുൽ ബാരി മുസ്ലിയാരും തന്നെ അവർ തന്നെ ഈ മാസികയിൽ എഴുതാൻ തീരുമാനിച്ചുകൊണ്ട് അതിന് പരിഹാരം കണ്ടു. ബഹുമാനപ്പെട്ട വാളക്കുളം അബ്ദുൽ ബാരി ഉസ്താദ് തന്നെയാണ് സാമ്പത്തികവും വാഗ്ദാനം ചെയ്തത്. അങ്ങനെ ഒരു സുന്നി മാസിക ഇറക്കുന്നതിൻ്റെ പ്രതീക്ഷയോട് കൂടിയിട്ടാണ് അവർ ആ സമ്മേളനം പിരിഞ്ഞത്. സമ്മേളനാനന്തരം ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദും വാളക്കുളം ഉസ്താദുമൊക്കെ ഈ ഒരു മാസിക ഇറക്കുന്നതിൻ്റെ സജീവമായ പ്രവർത്തനങ്ങളിലായിരുന്നു. അങ്ങനെ 1929 ഡിസംബറിൽ തന്നെ കോഴിക്കോട് നിന്ന് അൽബയാൻ എന്ന പേരിൽ ഒരു മാസിക പുറത്തിറക്കാൻ സാധിച്ചു. സമസ്തയുടെ രൂപീകരണത്തോടെ പ്രതിസന്ധിയിലായ വഹാബികൾ അവരുടെ വികലമായ ആശയങ്ങളും ചിന്താഗതികളുമൊക്കെ അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ ഇങ്ങനെ അടിച്ചിറക്കുന്നുണ്ടായിരുന്നു. സമസ്തയുടെ ഉലമാക്കൾക്കെതിരെ വളരെ മോശമായിട്ടുള്ള ചിത്രീകരണമായിരുന്നു ആ മാസികകളിലൂടെയൊക്കെ അവർ ജനങ്ങൾക്ക് കൊടുത്തിരുന്നത്. പണ്ഡിതന്മാർക്കെതിരെ വലിയ ആരോപണങ്ങളും തൊടുത്തുവിടുന്നുണ്ടായിരുന്നു. എന്നാൽ അൽബയാൻ പുറത്തിറങ്ങിയതോടെ അതിനെതിരെയൊക്കെ ശക്തമായിട്ട് ആഞ്ഞടിച്ചു ബഹുമാനപ്പെട്ട സമസ്തയുടെ നേതാക്കന്മാർ. ഓരോന്നിനും കൃത്യമായിട്ടുള്ള മറുപടി നൽകിക്കൊണ്ട് അൽബയാന് വലിയ മുന്നേറ്റം നടത്തി. 4ാം സമ്മേളനം 1930 മാർച്ച് 17 മണ്ണാർക്കാട്ട് വെച്ചായിരുന്നു നടന്നത്. ആ സമ്മേളനത്തിൻ്റെ അറിയിപ്പ് അൽബയാനിൽ കൊടുത്തതുകൊണ്ട് ഒരുപാട് ആളുകൾ ആ സമ്മേളനത്തിൽ തടിച്ചുകൂടി. പണ്ഡിതന്മാരടക്കമുള്ള നിരവധി സുന്നി പ്രവർത്തകരും അനുഭാവികളും ആ സമ്മേളനത്തിലേക്ക് ഒഴുകിയെത്തി. വമ്പിച്ച ജനാവലി പങ്കെടുത്ത ആ മഹാസമ്മേളനത്തിൽ വെള്ളേങ്കര മുഹമ്മദ് മുസ്ലിയാരായിരുന്നു അധ്യക്ഷൻ വഹിച്ചത്. സമ്മേളനത്തിൽ വെച്ചിട്ട് 8 പ്രമേയങ്ങൾ പാസ്സാക്കുകയും അത് അൽബയാനിൽ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ആ പ്രമേയങ്ങളിൽ ചിലത് ഇവിടെ ഒന്ന് വായിക്കേണ്ടതുണ്ട്. 42-43 പേജുകളിലാണുള്ളത്. 8 പ്രമേയങ്ങൾ പാസാക്കിയതായി മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ പത്രാധിപരായിരുന്ന അൽബയാൻ മാസിക 1-ാം പുസ്തകം 5-ാം ലക്കം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവയിൽ 4-ാമത്തെ പ്രമേയം ഇപ്രകാരം വായിക്കാം. ചോറ്റൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഇതൊക്കെ അന്നത്തെ ഒരു ഭാഷയാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല. ചോറ്റൂർ കൈക്കാർ, കൊണ്ടോട്ടി കൈക്കാർ, ഖാദിയാനികൾ, വഹാബികൾ മുതലായവരുടെ ദുർവിശ്വാസ നടപടികൾ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ സുന്ദര വിശ്വാസ നടപടികളോട് കേവലം മാറാക്ക കൊണ്ട് അവരുടെ വിശ്വാസ നടപടികളോട് പിന്തുടരലും അവരോടുള്ള കൂട്ടുകെട്ടും സുന്നി മുസ്ലിങ്ങൾക്കു കേവലം പാടുള്ളതല്ലെന്ന് ഈ യോഗം തീർച്ചപ്പെടുത്തുന്നു. സ്ത്രീകളുടെ കയ്യെഴുത്ത് കറാഹത്താണെന്നും സ്ത്രീകൾ പർദ്ദയില്ലാതെ പുറത്തിറങ്ങാൻ പാടില്ലെന്നും ബ്രിട്ടീഷ് ഗവൺമെൻറ് പാസ്സാക്കാൻ ഉദ്ദേശിക്കുന്ന സാരിത ആക്ട് പിൻവലിക്കണമെന്നും പ്രസ്തുത പ്രമേയങ്ങളിലെ മറ്റു ഭാഗങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രമേയങ്ങളുടെ അവതാരകൻ അധ്യക്ഷനും അതായത് വെള്ളേങ്കര മുഹമ്മദ് മുസ്ലിയാർ, അനുവാദകൻ കരിമ്പനക്കൽ അഹമ്മദ് മുസ്ലിയാരുമായിരുന്നു. എല്ലാ പ്രമേയങ്ങളോടും വായിക്കുമ്പോൾ സമയം ഒരുപാട് പോവും. അപ്പോൾ ഇതിൽ ഈ പ്രമേയത്തിൽ പറഞ്ഞ കാര്യം, അതായത് ബിദഈകളോട് നമ്മൾ പെരുമാറേണ്ട രീതി, അത് പിന്നീട് നടന്ന സമ്മേളനങ്ങളിലൊക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തെർക്കുൽ മുവാലാത്ത് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതിനെക്കുറിച്ച് ഇൻഷാ അല്ലാഹ് വഴിയെ വിശദീകരിക്കാം. ഈ ഒരു പ്രമേയം പാസ്സാക്കിയതോടുകൂടി നമ്മുടെ നാട്ടിലെ മുസ്ലിങ്ങൾ മുഴുവൻ ബിദഈകളുമായിട്ടുള്ള അടുപ്പൊന്ന് കുറച്ചു. അവരുമായിട്ട് സംവദിക്കുന്നതിൽ നിന്ന് ഒന്ന് പിന്നോട്ട് പോയി. അങ്ങനെ ആ സമയത്ത് ഈ ബിദഈകളൊക്കെ ഒരു നായ തൊട്ട കലം കണക്കെ മാറ്റി നിർത്തപ്പെടുന്നൊരവസ്ഥ ഉണ്ടായിരുന്നു. ബിദഈയുടെ വളർച്ച പാടേ മുരടിച്ചു. കാരണം അവരുമായിട്ട് ബന്ധം ഉണ്ടാകുമ്പോഴല്ലേ ഈ ബിദഅത്ത് പടരുള്ളൂ. ഇത് പടരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആലിമീങ്ങൾ ഈ പ്രമേയങ്ങൾ പാസ്സാക്കുന്നത്. ഇതൊരു രോഗമാണല്ലോ, ഇത് പകരുന്നൊരു രോഗമാണല്ലോ, കൊറോണയൊക്കെ പോലെ. അപ്പോൾ ഇത് പകരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരോട് വിട്ടു നിൽക്കാൻ പറഞ്ഞത്. മുസ്ലിങ്ങൾ വിട്ടുനിന്നോടുകൂടി ബിദഈകൾക്ക് പിന്നെ വളരാൻ സാധിച്ചില്ല. നായ തൊട്ട കലം കണക്കെ അവർ മാറ്റി നിർത്തപ്പെട്ടു സമൂഹത്തിൽ നിന്ന്. അത് തന്നെയായിരുന്നു സമസ്തയുടെ ഉദ്ദേശം. അങ്ങനെ ഈ ബിദഈകൾ ശോഷിച്ചില്ലാതായി പോകണം, ഈ ബിദഅത്ത് ഇവിടുന്ന് എടുത്തു കളയണം, അതന്നെയായിരുന്നു സമസ്തയുടെ സ്ഥാപക ലക്ഷ്യം. പക്ഷേ പിന്നീട് അവർക്ക് വളരാനുണ്ടായ സാഹചര്യം വേറെയാണ്. അത് പിന്നീട് വിവരിക്കാം. ആ ഇടയ്ക്ക് തെക്കൻ ഭാഗത്തു നിന്ന് കരുനാഗപ്പള്ളിക്കാരനായ ഒരു യൂസുഫ് ഇസുദ്ദീൻ എന്ന ഒരു നവീനവാദി മലബാറിലെത്തി. കോഴിക്കോട്ടെ പല ഭാഗങ്ങളിലും അയാൾ പ്രഭാഷണം നടത്തി. ആ പ്രഭാഷണങ്ങളൊക്കെ വലിയ ചർച്ചയായി. കാരണം നല്ല സാഹിത്യ ഭാഷയിൽ രസകരമായ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരാളായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ അത് യുവാക്കളെയൊക്കെ വല്ലാതെ ആകർഷിപ്പിച്ചു, സാധാരണക്കാരെ വല്ലാതെ ആകർഷിച്ചു. അത് സമസ്ത പണ്ഡിതന്മാർക്കിടയിലും പുറത്തൊക്കെ വലിയ ചർച്ചയായി. അയാളുടെ ആകർഷകമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ ചില ആളുകളൊക്കെ വീണുപോയി. എന്നാൽ ഉടൻ സമസ്ത അതിനെതിരിൽ രംഗത്തിറങ്ങി. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ ഇയാൾക്കെതിരിൽ പ്രഭാഷണം നടത്താൻ വേണ്ടി നിയോഗിച്ചു. പാങ്ങിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ വലിയ പ്രഭാഷകനാണ്. സമസ്ത രൂപീകരിക്കുന്നതിന് മുമ്പ് തന്നെ ബ്രിട്ടീഷ് വിരുദ്ധ പ്രഭാഷണങ്ങൾ നടത്തുന്ന ആളാണ്. അപ്പോൾ സമസ്ത രൂപീകരിച്ചതിന് ശേഷവും ഈ വഹാബികളുടെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന ആളാണ് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്. വലിയ എഴുത്തുകാരനും കൂടിയാണല്ലോ.
അതുകൊണ്ട് തന്നെ ഈ യൂസുഫ് ഇസുദ്ദീൻ എന്ന ആൾക്കെതിരെ ഖണ്ഡന പ്രസംഗം നടത്താൻ സമസ്ത ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ നിയോഗിക്കുകയും അങ്ങനെ ഇയാൾ പ്രസംഗിച്ച സ്ഥലങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ പ്രസംഗത്തിന് ക്ഷണിക്കുകയും ശക്തമായിട്ടുള്ള മറുപടി നൽകുകയും ചെയ്തു. അയാളുടെ എല്ലാ വാദങ്ങളും പൊളിച്ച് കയ്യിൽ കൊടുത്തു ആര്? ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ്. ബിദൈകളുടെ പൊള്ളവാദങ്ങളൊക്കെ ഓരോ പ്രഭാഷണത്തിലും തുറന്നു കാണിക്കുകയും അത് വഹാബികൾക്ക് വലിയ ക്ഷീണമുണ്ടാക്കുകയും ചെയ്തു. കുറിക്ക് കൊള്ളുന്ന തരത്തിലുള്ള പ്രഭാഷണങ്ങളായിരുന്നു ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിൻ്റെത്. പാങ്ങിൽ ഉസ്താദ് എവിടെയെങ്കിലും പ്രഭാഷണത്തിന് വരുന്നുണ്ട് എന്ന് കേട്ടാൽ ആളുകൾ അങ്ങോട്ട് ഒഴുകിയെത്തും. അത്രയ്ക്കും ആളുകളെ പിടിച്ചിരുത്തുന്ന ആകർഷണീയമായ ശൈലിയുള്ള പ്രഭാഷണമായിരുന്നു പാങ്ങിൽ ഉസ്താദിൻ്റെത്. അന്ന് മൈക്കും മറ്റു സൗകര്യങ്ങളൊന്നും ഇല്ലല്ലോ, ഒച്ചത്തിൽ പ്രസംഗിക്കണം, അതിനൊക്കെ നല്ല കഴിവുള്ള ആളായിരുന്നു പാങ്ങിൽ ഉസ്താദ്. ഇന്നും നമുക്ക് ചില പ്രഭാഷകരൊക്കെ വരുന്ന സമയത്ത് നമ്മൾ എത്ര ദൂരത്താണെങ്കിലും പ്രയാസപ്പെട്ട് അങ്ങോട്ട് പോകും. അതുപോലെ തന്നെ പാങ്ങിൽ ഉസ്താദ് പ്രഭാഷണത്തിന് വരിക എന്ന് പറഞ്ഞാൽ എത്ര ദൂരത്തുള്ള ആളുകളും കാൽനടയായിട്ട് മണിക്കൂറുകളോളം സഞ്ചരിച്ച് അവിടേക്ക് എത്തിപ്പെടും. അത്രയും ആവേശമായിരുന്നു ജനങ്ങൾക്ക് ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദ് എന്ന് പറഞ്ഞാൽ. ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലും മറ്റു മാർഗ്ഗങ്ങളൊന്നും ഇല്ലല്ലോ, നേരിട്ട് പോയിട്ട് തന്നെ കേൾക്കണം. അപ്പോൾ പാങ്ങിൽ ഉസ്താദിൻ്റെ ഈ മുന്നേറ്റം അത് തങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണിയാണെന്ന് മനസ്സിലാക്കിയ വഹാബികൾ വലിയ കുതന്ത്രങ്ങൾ മെനഞ്ഞെടുക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ട പാങ്ങിൽ ഉസ്താദിനെ തളർത്താനുള്ള നീക്കങ്ങൾ അവരാരംഭിച്ചു. ഏതായാലും ഇൻഷാ അല്ലാഹ് ബാക്കി ചരിത്രങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. തൽക്കാലം ഈ വീഡിയോ അവിടെ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.